അഗ്രോ ഗ്രൂപ്പ് കുമാരമംഗലം കുമാരമംഗലം പാടശേഖരത്ത് നെൽകൃഷി ഇറക്കിയതാണ്. അതിനെപ്പറ്റി കുട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ രക്ഷാധികാരി MR ശിവശങ്കരൻ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് കുട്ടികൾക്ക്. അത് നമുക്ക് കേൾക്കാം. ഇതിപ്പം ചേട്ടാ, ഇത് ഒക്ടോബർ 28 ഇത് വിതച്ചത്. അന്ന് നമ്മളെല്ലാം കൂടിയാണ് ഇത് വിതച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വിസിറ്റ് നടത്തിയായിരുന്നു. അന്നേരം ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്റർ ആയിരുന്നു ഇതിൻ്റെ ഉയരം വന്നിരുന്നത്. ഞങ്ങൾ നോക്കി മനസ്സിലാക്കിയത്. ഇപ്പോൾ അത് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ നെൽകൃഷിയുടെ ബാക്കി കാര്യങ്ങൾ? നെൽകൃഷിയെ പറ്റി പൊതുവായി ഒന്ന് സംസാരിക്കാം, പിന്നെ നമ്മുടെ കൃഷിയെ പറ്റി രണ്ടാമതായും സംസാരിക്കാം. നമ്മുടെ നെൽകൃഷിക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മുഖ്യ ആഹാരം അരിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ നെൽകൃഷിയെ ഊന്നി നിന്നാണ് പോകുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, കേരള പിറവിക്ക് ശേഷം നിരവധി വിത്തുകൾ ഇവിടെ നിലനിന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് അത് കർത്തിയാര്യൻ, ചെമ്പാവ്, അങ്ങനെയുള്ള വിത്തുകളൊക്കെ ആയിരുന്നു. ഈ വനപ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിത്താണ് കല്ലടിയാര്യൻ എന്ന് പറയുന്നൊരു പ്രത്യേക വിത്താണ്. അത് കളകൾക്കിടയിൽ കൂടി പോലും നന്നായി വിളയുന്ന ഒരു വിത്താണത്. ഇപ്പം ഈ പറയുന്ന കർത്തിയാര്യൻ, വെള്ളമുണ്ട തുടങ്ങിയ വിത്തുകൾ വിതച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലുള്ള വിളവേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പുതിയ രീതിയിലുള്ള വിത്തിനങ്ങൾ നമ്മുടെ കാർഷിക സർവകലാശാല ഇറക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് IR8, H4, അങ്ങനെയുള്ള വിത്തുകളെല്ലാം, ജ്യോതി, ഇങ്ങനെയുള്ള വിത്തുകളെല്ലാം അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ വിതച്ചിരിക്കുന്നത് H4 ആണ്. ഇതിന് 120 ദിവസം മൂപ്പാണ്. 90 ദിവസം മുമ്പുള്ള വിത്തുകൾ വേറെയുണ്ട്. ഇത് വിതയ്ക്കാൻ കാരണം ഇതിൻ്റെ വൈക്കോല് നമുക്ക് കന്നുകാലികൾക്ക് ഭക്ഷണമായി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇത് വിതച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ നെല്ല് കിട്ടും, അതോടൊപ്പം തന്നെ വൈക്കോല് കിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇറക്കിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളവരായിരുന്നല്ലോ അന്ന് ഉദ്ഘാടനത്തിലൊക്കെ വിതയ്ക്ക്. അപ്പോൾ അന്നിവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് വിതച്ചത്, നമ്മളെല്ലാം കൂടിയാണ് വിതച്ചത്. ഇത് വിതച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏകദേശം 17 ദിവസമാകുമ്പോൾ ഒരു വളം ചെയ്യും. ആ വളം എന്ന് പറയുന്നത് ആ വളത്തിൻ്റെ മിക്സർ എന്ന് പറയുന്നത് യൂറിയ, പൊട്ടാഷ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്, മഗ്നീഷ്യം സൾഫേറ്റ്, ഇത് കൂടുന്ന ഒരു മിശ്രിതമാണ് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അന്നേരം ഇവിടെ കളയുണ്ടാവും. ഇതിനിടയ്ക്ക് സ്വാഭാവികമാണല്ലോ കളയുണ്ടാവുന്നുള്ളൂ. ആ കളയെടുക്കുന്ന രംഗത്താണ് ഇപ്പം നിങ്ങൾ വന്ന് നിൽക്കുന്നത്. 45 ദിവസമാകുമ്പോൾ 50 ദിവസത്തിനിടയ്ക്ക് നമ്മൾ ഒന്നുകൂടെ വളം ചെയ്യും. അപ്പോൾ അങ്ങനെ വളം ചെയ്യുമ്പോഴേക്കും നന്നായി ഇത് വളർന്നു കയറി ഇത് പൊതുമ്പായി വരും. ഇതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം മുകളിലത്തെ നമ്മുടെ നെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ നെല്ലിനകത്ത് ഇപ്പോൾ എലിയുടെ ശല്യമുണ്ട്. അത് വരുന്നതാണ്. എലിയുടെ ശല്യം ഉണ്ടാവും. കുഴൽപ്പുഴു എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതിന് ശല്യം ഉണ്ടാവും. അതിനൊക്കെ മരുന്നടിച്ച് എലിയെ നമ്മൾ ട്രാപ്പ് വെച്ച് പിടിക്കും. നമ്മളതിനെ വിഷമിട്ട് അതിനെ അകറ്റും. അന്നേരം ഇതിൻ്റെ അകത്ത് എലി വരുന്ന ഈ വെള്ളത്തിൽ കൂടെ എലി ഇറങ്ങും. നീറ്റലി എന്ന് പറയും. നീറ്റലി എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അത് വരുന്നത്. അത് വന്ന് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ആ കടയ്ക്ക് ഒരു മധുരമുണ്ട്. ഇപ്പോൾ ആ മധുരം ഉള്ളത് കൊണ്ടാണ് അത് വെട്ടി നശിപ്പിക്കുന്നത്. അതിനൊന്നും കിട്ടുന്നില്ല. കതിരായാലും നെല്ല് കിട്ടുള്ളൂ. കതിരാകുന്നതിന് മുമ്പ് കണ്ടമാനം വെട്ടി നശിപ്പിക്കും. അങ്ങനെ മുകളിൽ ചെന്നാൽ കാണാൻ പറ്റും. വെട്ടി നശിപ്പിച്ചാലും പഴുത്ത് ഇങ്ങനെ പോകും. അതിന് നമ്മൾ ട്രാപ്പ് വെച്ച് പിടിക്കും. ഈ പറയുന്ന വിഷമിട്ട് നശിപ്പിക്കും. അങ്ങനെ ഇപ്പം നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ വരുന്നത് 40 ദിവസത്തിനകം 50 ദിവസത്തിനിടയ്ക്കാണ് ഇത് വരുന്നത്. അതിലാണ് ഇതിൻ്റെ കടയ്ക്ക് മധുരം വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കതിരിലേക്ക് വരുവാണ്. കതിര് വന്നാൽ പൊതുമ്പാകുമ്പോൾ ചില ശല്യങ്ങളുണ്ട്. ചാഴിയാണ് പ്രധാനമായിട്ട്. ചാഴി എന്ന് പറഞ്ഞാൽ പുൽച്ചാടി വരും. കതിര് എത്ര ദിവസം വരും? കതിര് ഏകദേശം ഒരു 75 ദിവസമാകുമ്പോൾ കതിര് വരാൻ തുടങ്ങും. തലക്കതിര് കാണും. തലക്കതിര് കണ്ടു കഴിഞ്ഞാൽ 30-ാം ദിവസം കൊയ്യണമെന്നാണ് മനസ്സിലായി. അപ്പം ഏതാണ്ട് 120 എന്ന് പറഞ്ഞാൽ പരമാവധി ദിവസമാണ് 120. അതിനിപ്പുറമൊക്കെ ആവും. ഇതിൻ്റെ എത്ര തവണ വളം ചെയ്യണം? 2 പ്രാവശ്യം വളം ചെയ്യണം. കളപറിക്കൽ എത്ര തവണ? കളപറിക്കൽ സാധാരണ ഗതിക്ക് നമ്മളിപ്പോൾ ഒരു 30 ദിവസവും കഴിയുമ്പോഴാണ് കള പറിക്കുന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറിച്ചു കുത്തുന്നൊരു പരിപാടിയുണ്ട്. അതായത് വിതച്ച് കഴിയുമ്പോൾ മൂടില്ലാത്ത, അതായത് എല്ലാ സ്ഥലങ്ങളിലും വിത്ത് ഒരുപോലെ വീണിട്ടുണ്ടാവില്ല. പറിച്ചില്ലാത്തടത്തേക്ക് കുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം ഇതാണ് അതിൻ്റെ. അപ്പോൾ കൊയ്ത്താന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാഴിയുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ചാഴി ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ പാൽ ഊറ്റി കുടിക്കുക. അതായത് നെല്ല് ആദ്യം നിങ്ങൾക്ക് നെല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നെല്ലിനകത്ത് ഈ അരിയാകുന്നത് അതിന് മുമ്പ് പാലാണ് ആവുന്നത്. പാലിന് പശുവിൻ പാൽ പോലൊരു സാധനമാണ്. നിങ്ങൾ പൊട്ടിച്ചൊക്കെ അറിയാം. ആ പാല് ഈ ചാഴി ഒന്ന് വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അരിയില്ല.
മനസ്സിലായില്ലേ? അതൊരു വല്ലാത്ത അവസ്ഥയാണ് നമുക്ക്. അപ്പോൾ അതിനെ നമ്മൾ മരുന്നടിച്ചും പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈന്തിൻ ചക്ക എന്ന് പറയുന്ന സാധനവും തെരുവായ എന്ന് പറയുന്ന സാധനം കൊണ്ടിടുമായിരുന്നു. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ചാഴിയുടെ അല്ലാത്ത ഏത് മണം വന്നാലും ഇത് പോവും, അതിനകത്ത് പോവും, ചാഴിയുടെ അല്ലാത്ത. ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും കെമിക്കൽ മേടിച്ച് ചെറിയിൽ അടിച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അത് നെല്ല് കതിരായി നിൽക്കുമ്പോൾ ഒരിക്കലും അടിക്കരുത്. കാരണം ഭക്ഷ്യത്തിനകത്തുള്ള സാധനമാണ്. അപ്പോൾ അതിനകത്ത് പൂവാകുന്ന സമയത്ത് അടിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ മതി. അതായത് ഈ ചീമക്കൊന്നാന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ തെങ്ങിനിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിട്ടൊന്ന് അടിച്ചിട്ടാൽ ഒരു വേറൊരു മണം വരും. മണം വരുമ്പോൾ ഈ സാധനം പോകും. ഇതിൻ്റെ കാലത്തൊരു മണം വന്നാൽ പോകും. അങ്ങനെയാണ്. അപ്പം കൊയ്ത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ നെല്ല് സ്വാഭാവികമായിട്ടും പൊക്കം കൂടിയതായതുകൊണ്ട് ഇത് അടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അടിഞ്ഞു വീഴാൻ സാധ്യതയില്ലെങ്കിൽ കുറച്ചുകൂടെ കൊയ്ത്ത് എളുപ്പമായിരിക്കും. ഇപ്പം നമ്മൾ സാധാരണ ഇത് വീട് കിടന്നാലും നമ്മൾ അരുവായ കൊണ്ട് ഇങ്ങനെ പതുക്കെ തോണ്ടിയെടുത്ത് കൊയ്ത് മെതിച്ചെടുക്കുകയാണ്. മെതിച്ച് കഴിഞ്ഞ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യന്ത്രം വെച്ചാണോ മെഷീൻ വെച്ചാണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും യന്ത്രത്തിൻ്റെ സ്ഥിതി തന്നെ ഇവിടെ ഇറങ്ങും എന്നൊക്കെയുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ഈ അല്പം താഴ്ച കൂടുതലേ പ്രദേശത്ത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കൃഷിക്കും ഇല്ലാത്ത രൂപത്തിൽ 90-ാം ദിവസത്തിനും 120 ദിവസത്തിനിടയ്ക്ക് നമുക്ക് ചോറുണ്ണാം, പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, എല്ലാം ഉണ്ടാക്കാം ഈ സാധനം കൊണ്ട്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ജീവിത അംശമാണ്, നമുക്കറിയാമല്ലോ. അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ഇന്നത്തെ ആധുനിക സമൂഹം കാണുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സങ്കടം. നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിന് ഭയങ്കര സന്തോഷമാണുള്ളത്. കാരണം ഈ നെല്ല് എങ്ങനെ ഉണ്ടാകുന്നു, ഇത് മരത്തെ കായ്ക്കുന്നതാണെന്ന് പോലും ചോദിക്കുന്ന കാലത്ത് മനസ്സിലായില്ലേ? അതിന് വിപരീതമായി ഇത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ജോലി ഇപ്പം നമുക്ക് പലതരത്തിലുള്ള ഞങ്ങളൊക്കെ ജോലി ഉണ്ടായിരുന്നവരാണ്, ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റിയവരാണ്. അങ്ങനെയുള്ള ഒരാൾ മാത്രമേ വളരെ മാത്രമേ കൃഷിക്കാരനായിട്ടുള്ളൂ. പുള്ളി കോഴി കൃഷിയൊക്കെ നിൽക്കുന്നതാണ് തോമസ് ചാക്കോ. മറ്റുള്ള ഞങ്ങളെല്ലാവരും സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവരാണ്, റിട്ടയർ ചെയ്തവരാണ്, ഗസറ്റ് ഓഫീസർമാരൊക്കെ ആയിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഇന്ന് ഒരു മടിയുമില്ല. ഈ ചെളി കൈകൊണ്ടിരിക്കുന്നതിനോ ഇതിലിറങ്ങി കൃഷിപ്പണി ചെയ്യുന്നതിനോ ഒന്നും യാതൊരു മടിയുമില്ല. നിങ്ങളൊക്കെ അങ്ങനെ ആവണം. നമ്മുടെ ജീവിതചര്യയുടെ ഇടയ്ക്ക് നമ്മൾ വളരെ IAS ഉദ്യോഗസ്ഥനായാലും മറ്റേത് രീതിയിലേക്ക് ഉയർന്നതാലും സ്കൂൾ ടീച്ചറായിരുന്നാലും നമ്മൾ 2 മണിക്കൂർ നമ്മൾ കണ്ടെത്തി രാവിലെ പോയിട്ട് പോകണം. കാരണം ഇത് ഭക്ഷണമാണ്, ശുദ്ധമായ ഭക്ഷണം കഴിക്കും. നിങ്ങൾക്ക് ഈ കിട്ടാൻ പോകുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, മേടിച്ച് വരുന്ന അരി, ആ അരിയെല്ലാം വിഷലിപ്തമാണ് പല രീതിയിൽ. കാരണം പ്രിസർവേറ്റീവ്, അതായത് കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം ചെയ്യാതെ ഒരു കമ്പനിയും അരി ഇറക്കില്ല. ആ പ്രിസർവേറ്റീവ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ കുടലിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് നമുക്ക് സുഖമായി കുത്തിയെടുത്തു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അമ്മമാർ ഞങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജ്യോതിസ് അഗ്ര ഗ്രൂപ്പ് അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാൻ ഞാൻ പറയാം. വാർമുടി കെട്ടുമ്പളേ അമ്മ ചോടൊന്നു വെക്കുമ്പളേ താളം പിടിക്കണട്ട അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരം ചാർത്തനട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയനട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടിക്കളിക്കുമ്പളേ അമ്മ വാർമുടി കെട്ടുമ്പളേ ആടിക്കളിക്കുമ്പളേ വാർമുടി കെട്ടുമ്പളേ അമ്മ ചോടൊന്നു വെക്കുമ്പളേ താളം പിടിക്കണിട്ട അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണിട്ട ആടാട് ആടാട് ആടാടാടാട്